ഹലോ, ഇന്ന് നമ്മുടെ 3rd ഡേ ആണ് ബിഗ് ഐലൻഡിൽ. നമ്മൾ കാണാൻ പോകുന്ന വൈമേയ ടൗൺ. അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടുത്തെ ഈ കൗബോയ് ടൗൺ ആണ്. ഈ പശുക്കളെയൊക്കെ മേയിച്ച് കിടക്കുന്ന ആളുകളുടെ ഒരു വില്ലേജ്. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന കടച്ചക്ക ബോയിൽ ചെയ്തു, ഒരു ഒണിയൻ ചട്നി, മുട്ട പുഴുങ്ങിയത്, ചായ കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടുന്ന് വാങ്ങിച്ചതുണ്ട്, അതും കൂടെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴി കുറച്ച് കാണിക്കാം. നമ്മൾ മെയിനായിട്ടും ഈ കോണ എന്ന് പറയുന്ന ആ സിറ്റിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കൂടുതൽ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സ്കൂളുകളും പള്ളി അങ്ങനെയെല്ലാം കാണുന്നുണ്ട്. കുറച്ചുകൂടെ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്, കൂടുതൽ ആളുകളുണ്ട് ഈ ഏരിയയിൽ. ബാങ്ക് എല്ലാം ഉണ്ട്. നമ്മൾ പോണ വഴിയാട്ടോ, വൈമേയയിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മൾ കോണ പാസ് ചെയ്തു. താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്രൂസ് ഷിപ്പ് വന്ന് കിടക്കാനുണ്ട്, ഒരു വൈറ്റ് ക്രൂസ് ഷിപ്പ്. ഇന്നലെ ഒരു കപ്പിൾസിനെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. ക്രൂസ് ഷിപ്പിൽ വന്നതെന്ന് പറഞ്ഞാൽ അവർ ഇവിടെ ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്നിട്ട് അവർ ഒരു 7-8 hours കൊടുക്കും അവർക്ക് ഓരോ ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. ഒരു മെയിൻ അട്രാക്ഷൻസ് ഒക്കെ പോയി കണ്ടിട്ട് തിരിച്ച് ക്രൂസ് ഷിപ്പിൽ വരും. അങ്ങനെയും കുറേ ആളുകൾ ഹവായി വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പളനി ഡ്രൈവ്, നമ്മൾ പളനി ഡ്രൈവ് എന്നൊക്കെയാണ് വായിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, പക്ഷേ പറഞ്ഞത് പളനി ഡ്രൈവ് എന്ന്. അതിൽ അവിടെ നിന്ന് റൈറ്റ് എടുത്താണ് നമ്മളീ പോകുന്നത്. അപ്പം ലെഫ്റ്റിലാണ് നമ്മുടെ പസഫിക് ഓഷൻ, റൈറ്റിലേക്ക് പോകുമ്പോൾ മോർ ഇൻലൻഡ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഫുള്ള് പച്ചപ്പ, മലയ, മണ്ടയിലെല്ലാം കോടയായിട്ട് കിടക്കുന്നു. ഈ മല കയറുക, മേളിലെങ്ങനെ ചെല്ലുമ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ കാണും. അവിടെ ആയിരിക്കും ഈ വൈമേയ. ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടു, ഇവിടെ വാഴയൊക്കെ കണ്ട്. ഒരു ആംബുലൻസും 4 പോലീസ് വെഹിക്കിൾസും ചെന്നിട്ടുണ്ട് അവിടെ തന്നെ. എന്തെങ്കിലും ഇഞ്ചുറി ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരു ആക്സിഡന്റ് നമ്മുടെ തൊട്ട് മുൻപിലാണ്. കുറച്ച് സമയം എടുക്കും ഇനി. പോകുന്ന സമയത്ത് സെക്കൻഡ് ടൈം ആട്ടോ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. എന്തോ ഒരു സർവീസ് ഏരിയ അല്ല, എന്തോ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പം ഒരു സ്ഥലത്തേക്ക് ആദ്യം കുറേ വണ്ടികൾ വിടും, അത് കഴിഞ്ഞിട്ട് മറ്റേ വശത്തേക്ക്. അപ്പം അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കുന്ന കേട്ടോ. ഫാർമേഴ്സ് മാർക്കറ്റ് ആണ് കേട്ടോ. വെൻഡേഴ്സ് ആണ് ഇതെല്ലാം. ഓർണമെന്റ്സും എല്ലാം ഡിഫറെൻറ്റ് തിങ്സ് ഉണ്ട്. കുറേ ഫുഡ് ട്രക്സും ഉണ്ട് ഇവിടെ. സോ ഇതാണ് മാക്കഡേമിയ നട്ട്സ്. നോക്കിക്കോട്ടെ, ഇതെല്ലാം ഫുഡ് ട്രക്സ് ആണ്. ഇവിടെ എല്ലാം ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന പല ടൈപ്പ് ഫുഡ്. തായ് ഫുഡ്, സ്നാക്ക് ഷാക്ക് എല്ലാം ഉണ്ട്. ഒരുപാട് ഫുഡുണ്ട് ഇവിടെ കേട്ടോ. ഗ്രീക്ക് ഫുഡ്.
ആയിട്ട് ഒരു ഡീപ്പ് ക്ലിഫുണ്ട്, പിന്നെ താഴെ ഓഷൻ. ാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഞാൻ കാണുന്ന ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഓഷൻ വ്യൂ ആട്ടോ. നല്ല ഭംഗി അവിടുന്ന് കാണാനായിട്ട്. പിന്നെ നമ്മൾ ലുക്ക് ഔട്ടിലേക്ക് പോകാനായിട്ട് ഇതിലെ നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഒരു സൈഡ് ഇങ്ങനെ ക്ലിഫാണ്, ഭയങ്കര ക്ലിഫും, മറ്റേ വശത്തേക്ക് നോക്കുമ്പോൾ ഓഷനുമായിട്ട് എന്ത് ഭംഗിയാണ് കാണാൻ. നോക്കിയേ, ഈ ലുക്ക് ഔട്ടിൻ്റെ പേര് ഞാൻ പറയാം. പ്രൈവറ്റ് ലാൻഡായത് YPO ലുക്ക് ഔട്ട് ഇതിൻ്റെ പേര്. നമ്മുടെ നെക്സ്റ്റ് ഡ്രൈവ് മൗന കിയ എന്നൊരു വോൾക്കാനിക് മൗണ്ടനിലാണ്. അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒബ്സർവേറ്ററിയാണ് കാണുന്ന ഒരു വെള്ളം പോലെ കാണുന്നില്ലേ. അതിൻ്റെ മാക്സിമം എലവേഷൻ സീ ലെവലിൽ നിന്ന് 13,890. സോ അവിടെയാണ് നമ്മളിനി ഡ്രൈവ് ചെയ്ത് പോകുന്നത്. മൗണ്ടൻ കയറാനായിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ കുറച്ച് ഓക്സിജൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ അത്രയും മേളിലേക്ക് ചെല്ലുമ്പോൾ നടക്കാം. നമ്മൾ അത്രയും വരെ പോകുമെന്നറിയില്ല. പിന്നെ ഒരു 9,000 വരെ എത്രമാത്രം നമുക്ക് ഓടിച്ച് പോകാൻ പറ്റും അത്രയും നമുക്ക് പോകാനാണോ പ്ലാനിലാണ്. ഇത് നമ്മൾ മൗന കിയയിലേക്ക് പോകുന്ന വഴിയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ സ്മോൾ കയറ്റങ്ങൾ കയറിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിനൊരു ഷാർപ്പായിട്ടുള്ളൊരു കയറ്റം ഇതുവരെയും കണ്ടില്ല. പിന്നെയോ ഇത് മേളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക നമ്മൾ. ഈ വഴി നോക്കിക്കോട്ടോ, ഇത് കോടയപ്പം കാണുന്നത് മുഴുവൻ. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് മുഴുവൻ കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് കിടന്നതാണ്. പക്ഷെ നമ്മൾ മേളിലേക്ക് ചെല്ലുന്തോറും കോട വരുന്നുണ്ടോ. ക്ലൈമറ്റ് എപ്പോഴും ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കണ്ടോ. പക്ഷെ നല്ല ഭംഗിയാവും കാണാനായിട്ട്. ഇവിടെയൊക്കെ പശുക്കൾ കഴന്നിപ്പുണ്ട് കേട്ടോ. അതായത് സീ ലെവലിൽ ആ ഒരു ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നത്. ഇപ്പോൾ 6,000 ആയിട്ടുണ്ട് എലവേഷൻ. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഒരു ഷാർപ്പ് ക്ലിപ്പ് അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്കെയറി ഡ്രൈവ് അല്ല. കാരണം എല്ലാം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡാണ് ബോത്ത് സൈഡ്. സോ ഇറ്റ്സ് വെരി നൈസ് ഡ്രൈവാണ് സോ ഫാർ. ആക്സസ് റോഡാണ്. ഇവിടെ വിസിറ്റർ സെൻ്റർ ഉണ്ട്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ. ആൾട്ടിറ്റ്യൂഡ് സിക്നസിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. സം പീപ്പിൾ ഇറ്റ് ക്യാൻ ബി ഫെയ്റ്റൽ. നമ്മുടെ മൗന കിയ വോൾക്കാനിക് ടോപ്പ് ഒബ്സർവേറ്ററീസിൽ പോകാനായിട്ട് നമ്മൾ വിസിറ്റർ സെൻറ്ററിൽ വന്നേക്കാണ്. ഇവിടെ വിസിറ്റർ സെൻറ്റർ 7,000 എലിവേഷൻ ഫ്രം സീ ലെവൽ. അപ്പോൾ അവിടെ ഒരു ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്, പിന്നെ റെസ്റ്റ് റൂംസ് ഉണ്ട്. സോ ഇവിടെ നിന്ന് എഗെയിൻ അനദർ 4,000 ക്ലൈംബാണ് അതിൻ്റെ ടോപ്പിലേക്ക്. സോ അവർ പറഞ്ഞു നമ്മൾ വാച്ച് ചെയ്യണം. എന്തെങ്കിലും ഡിസീനെസ്, sharp headache, feeling dizzy, disoriented, anything like that, you have to turn around and come down. Shouldn't keep pushing up. It takes half an hour to get on top of the observatory, that's what she said. But coming down, you should not use the brakes, overuse the brakes. You have to have a manual gear on your 4x4. Yeah, oh that's good. Close your eyes.
Just close your eyes. Can you pay attention to the road, please? Focus. Yeah. No, it's better, right? Yeah. Recording? Yeah. You okay, Ria? Yeah. Look at the clouds. ബിജു നേരെ നോക്കി ഓടിക്കും. This is the best place you could drive. There's nothing on the other side. നമ്മൾ മേളിലേക്ക് 8 മൈൽസ് ഉണ്ട് അതിൻ്റെ സമ്മിറ്റിൽ ചെല്ലാനായിട്ട്, ഒബ്സർവേറ്ററി കാണാൻ. പകുതി വഴി വരെ എത്തിയിട്ടുണ്ട്. ഇത് അൺപേവ്ഡ് റോഡ്സ് ആണ്. സോ ഇങ്ങനെ ഇത്തിരി ഇച്ചിരി ഷേക്കി ആയിട്ടുള്ള ഒരു ഇതാ. റോഡ് വൈഡാ, പക്ഷേ അൺപേവ്ഡ് ആണ്. ഞാൻ പോകുന്ന വഴിക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതാട്ടോ നമ്മുടെ ഒബ്സർവേറ്ററി. നമ്മൾ ക്ലൈംബ് ചെയ്ത് വന്നിട്ട് ഇതാണ് ഒബ്സർവേറ്ററി ഈ കാണുന്നത്. ഇത് 14,000 above the sea level. ദിസ് ഇൻ്റർനാഷണൽ ഒബ്സർവേറ്ററി ആണ്. പല ആളുകളുടെ ഉണ്ട് ഈ ഒബ്സർവേറ്ററി ഇവിടെ കേട്ടോ. പല ആളുകൾ, പല കൺട്രീസിൻ്റെ. ചില ഓക്സിജൻ കുറവാണ് ഇവിടെ. 40% ലെസ് ഓക്സിജനാണ് കമ്പയർഡ് ടു ദി അതർ പ്ലേസ്. റിയ, ദൈവത്തിൻ്റെ വലിയ പ്രത്യേക കൃപ ഇവിടെ വരാൻ പറ്റിയത്, കാണാൻ പറ്റിയത്. ഇത് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുവാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ കാണത്തില്ല കേട്ടോ. കാരണം എനിക്ക് അത്ര പേടിയാണ് ഹൈറ്റ്. എനിക്ക് ഡ്രൈവിങ്ങും ക്ലിഫും എല്ലാം എനിക്ക് ഭയങ്കര പേടിയുള്ളതാണ് ഈ അപ്ഹില്ല്. സോ ഞാൻ അറ്റത്ത് പോലും നിൽക്കത്തില്ല ഫോട്ടോ എടുക്കാനായിട്ട്, അത്രയും പേടി എനിക്ക്. സോ ദൈവത്തിൻ്റെ വലിയ കൃപ ഇവിടെ വരെ വരാൻ പറ്റിയത്. പിന്നെ ഇവർ പറഞ്ഞ പോലെ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഒരു പ്രശ്നവുമില്ല, തലവേദനയൊന്നുമില്ല. ഇനി അറിയത്തില്ല ഇവിടെ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. പക്ഷെ തണുപ്പുണ്ട്. ഞാൻ കോട്ടൊന്നും എടുക്കാതെ വന്നേ. പക്ഷേ കോട്ടെടുത്തല്ലേലും കുഴപ്പമൊന്നുമില്ല. Literally, sun